എന്താണ് റിയാലിറ്റി? എന്തിനെയാണ് വിശ്വസിക്കേണ്ടത്? നമ്മൾ ചിന്തിക്കുന്നതാണോ, കാണുന്നതാണോ, കേൾക്കുന്നതാണോ, അതോ അനുഭവിക്കുന്നതാണോ? ഏതാണ് സത്യം? ഈ ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഇല്യൂഷൻ ആണെങ്കിലോ? അപ്പോൾ എന്തിനെ വിശ്വസിക്കും? ഞാൻ കാണുന്നതും കേൾക്കുന്നതും ഫീൽ ചെയ്യുന്നതും പോലെ മറ്റുള്ളവർക്കും കാണാനും കേൾക്കാനും ഫീൽ ചെയ്യാനും പറ്റണം. ദാറ്റ്സ് റിയാലിറ്റി. എവല്യൂഷനിൽ സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടറായിരുന്നു പാറ്റേൺ സീക്കിംഗ് ബൈ ബ്രെയിൻ. അതായത് ഇരുട്ടിൽ ഒരു ഷാഡോ കണ്ടാൽ അതൊരു പ്രഡേറ്ററായിട്ട് ബ്രെയിൻ അസ്യൂം ചെയ്തെടുക്കുമായിരുന്നു. ഫോർ ദ സെയിം റീസൺ നിങ്ങൾ രാത്രി റാൻഡം ഒബ്ജക്ട്സിനെ കണ്ട് ഒരു സ്ട്രേഞ്ച് ഫീലിംഗ് ഉണ്ടാവുന്നത്. പാറ്റേൺ സെൻസിങ് കഴിവുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് പലപ്പോഴും ഡേഞ്ചേഴ്സിൽ നിന്ന് സർവൈവ് ചെയ്തത്. ദ ഹ്യൂമൻ ബ്രെയിൻ ടെൻഡ് ടു സീക്ക് മീനിങ് ഓൺ റാൻഡംനെസ്. പാരൈഡോളിയ. നമ്മുടെ ബ്രെയിൻ ഒരുപാട് ഇവോൾവ് ആയി, കൂടെ പാറ്റേൺ കണ്ടുപിടിക്കുന്നതിനുള്ള കഴിവ്. ആൻഡ് ഒരു ബന്ധമില്ലാത്ത ഡേറ്റാസ് തമ്മിൽ കണക്ട് ചെയ്ത് പാറ്റേൺ കണ്ടുപിടിക്കുന്നതിന് റിസൾട്ടായി ദ കൺസ്പിറസി തിയറി. എന്താണ് കൺസ്പിറസി തിയറി? ലോകത്ത് നടന്ന പല ഇമ്പോർട്ടൻറ്റ് ഇവൻസും ഒരു പവർഫുൾ ഗ്രൂപ്പ് പ്ലോട്ട് ചെയ്ത ഒരു പ്ലാനാണ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, JFK അസാസിനേഷൻ, 9/11 ഈസ് എൻ ഇൻസൈഡർ ജോബ്. ഈ ഇവൻസ് ഒന്നും റാൻഡമായി സംഭവിക്കത്തില്ലെന്നാണ് കൺസ്പിറസി തിയറിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത്. സം കൺസ്പിറസീസ് ആർ ജെനുവിൻ ആൻഡ് സം ആർ ഫേക്ക്. ഏതാണ് ഫേക്ക്, ഏതാണ് റിയൽ എന്ന് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദേ ലൈ ഇൻ എ സ്പെക്ട്രം. ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഒരു ടോപ്പിക്കിനെ പറ്റി ടൂ മച്ച് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ. AI കൂടി വന്നതിന് ശേഷം ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു ഇൻഫർമേഷൻ എവിടുന്ന് ലഭിച്ചാലും വെള്ളം തൊടാതെ വിശ്വസിക്കുന്നതിന് പകരം ട്രൈ ടു ഫാക്ട് ചെക്ക്. വൈ പീപ്പിൾ വാണ്ട് ടു ബിലീവ് ഇൻ കൺസ്പിറസി തിയറീസ്? ദ ഫിയർ ഓഫ് അൺനോൺ ഓർ അൺസർട്ടനിറ്റി. നമുക്ക് പ്രെഡിക്റ്റും കൺട്രോളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ. 2016 ഡേവിഡ് റോബർട്ട് ഗ്രൈംസിന്റെ റിസർച്ച് പ്രകാരം ഒരു കൺസ്പിറസി തിയറിയിലുള്ള സീക്രറ്റ് 4 വർഷത്തിനകം തെളിവോടുകൂടി പുറത്തു വരും. സം ഫേമസ് കൺസ്പിറസി തിയറീസ് നമുക്ക് നോക്കാം. മൈക്കൽ ജാക്സന്റെ ഡെത്ത് ഫേക്കാണ്, മൂൺ ലാൻഡിംഗ്, എർത്ത് ഫ്ലാറ്റ് ആണ്, റൗണ്ട് അല്ല, ഫാർമ കമ്പനിയുടെ കയ്യിൽ ക്യാൻസർ ക്യൂർ ഉണ്ട്, റിലീസ് ചെയ്യാത്തതാണ്, ഏരിയ 51 ഏലിയൻസ് ഉണ്ട്, ഇല്ലുമിനാറ്റി എന്നൊക്കെ. ഒരാളെ പറ്റിക്കാൻ എളുപ്പമാണ്, പക്ഷെ പറ്റിക്കപ്പെട്ടു എന്ന് കൺവിൻസ് ചെയ്യാനാണ് പാട്. എല്ലാ കൺസ്പിറസി തിയറീസും തിയറീസ് മാത്രമാണോ? അതോ എന്തെങ്കിലും സത്യമുണ്ടോ?